ഹായ്, ഗുഡ് മോർണിംഗ്. സമയം 6:30 മണിയായിട്ടോ. ഞാൻ നീക്കാൻ 4:30 എണീറ്റാണ്. എൻ്റെ നാട്ടിലത്തെ മഴ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക്. പക്ഷേ മഴയല്ല, വെയിൽ തന്നെയാണ്. മഴ പോയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും എണീറ്റിട്ടില്ല. ഞാൻ എണീറ്റിട്ട് ഞാൻ പിന്നെ അവിടുന്ന് എണീക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടെ എണീറ്റു. ഒരാൾ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പാല് പോയി വാങ്ങിക്കൊണ്ടോ കേട്ടോ. പാല് ചായക്ക് ഇവിടെ തറവാട്ടിൽ ചെറിയച്ഛൻ്റെ അടുത്തുണ്ട്, വീട്ടിലുണ്ട് പാല് പോയി വാങ്ങിക്കൊണ്ടട്ടെ. പാല് വാങ്ങിക്കൊണ്ട് വരട്ടെ. അംഗൻവാടി ഇതാ. തറവാട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ തറവാട് വീട്. അങ്ങനെ പാല് വാങ്ങിപ്പോന്നു കേട്ടോ. തറവാട്ടിൽ ചെറിയച്ഛനും ചെറിയമ്മയും മോനും തന്നെ ഉള്ളു. പെൺകുട്ടികളെ രണ്ടാളും കല്യാണം കഴിച്ചു വിട്ടു. നമുക്ക് മുട്ടടിച്ചു തരാം. പാലൊക്കെ കൊണ്ടുവന്ന് മുട്ടടിച്ചു തരാം. മഴ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ മഴയല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ മഴയല്ല, അവിടെ നാട്ടിലും അവിടെ മഴയല്ല. അപ്പോൾ ഇപ്പോഴാ മഴ, നല്ല മഴ. രാവിലെ തന്നെ കണ്ടോ, രാവിലെ തന്നെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വാർത്തയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നാളെ മുതൽ കനത്ത മഴയായിരിക്കും. അല്ലെങ്കിൽ എന്താ ഈ മിഥുന മാസത്തിൽ ഇങ്ങനെ മഴ പെയ്യാതെ നിൽക്കണല്ലേ. ഇപ്പോൾ നല്ല മഴ. ഞങ്ങൾ പുഴയിൽ പോകണം കരുതി നിൽക്കുന്നു, പക്ഷേ പുഴയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിയട്ടെ. നല്ല മഴ പെയ്യും കേട്ടോ. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, മഴ പെയ്യുന്നല്ലോ. അപ്പോൾ രാവിലത്തെ ചായ കൂടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ധാരാ എൻ്റെ കയ്യിൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ കണ്ണു. അടിപൊളി. ഇതാ ഹാപ്പി ബർത്ത്ഡേ കണ്ണാടി. അവളെ അച്ഛനെ വാങ്ങിയതാണ്. അവളെ അച്ഛനതാ ചിക്കനൊക്കെ വാങ്ങിയത്. അതാ അർജന്റീന മെസ്സി. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് കേട്ടോ. രാവിലെ ദോശ ചായക്ക് കൊടുത്തു. പ്രസാദിനതാ പന്ത് കളി കാണുന്നു. അർജന്റീനൻ്റെ കളി. ഇവിടെ വന്നപ്പോഴാണ് പന്ത് കളീൻ്റെ ആരവം മനസ്സിലാണ്. അവിടുന്ന് പിന്നെ അങ്ങനെ അറിയൂലല്ലോ. ഫുട്ബോൾ ഇഷ്ടമുള്ളവരുണ്ടാവും, അവർ കളിക്കുന്ന കാണാം. പക്ഷെ നമ്മളടുത്ത് അങ്ങനെ കാണില്ല, അത് അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കരമായിട്ട്. ഇവിടെ കുട്ടനും ബ്രസീലിൻ്റെ ആളാണ്, ബാക്കി എല്ലാവരും അർജന്റീനക്കാണ്. ബാലു, അല്ലു, ലച്ചു എല്ലാവർക്കും ഉണ്ട് അർജന്റീനൻ്റെ ജേഴ്സി. ഇവിടെ പിന്നെ ഞങ്ങൾ ഫുട്ബോൾ പ്രാന്തന്മാരാണ് എല്ലാവരും. നാട് മൊത്തം, മലപ്പുറം ജില്ല മൊത്തം ഫുട്ബോൾ ആരാധകരാണ്. പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകളുള്ളത്. പിന്നെ എന്താ പറയുക, പ്രസാദിൻ്റെ ടീം പോർച്ചുഗലാണ് കേട്ടോ. അതിൻ്റെ കളി കണ്ട് ഇരിക്കണ്ടായിരുന്നു. ഞാനും പ്രസാദിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ രാത്രിയൊക്കെ കളി കാണലുണ്ട്. പക്ഷെ ഇവിടുത്തെ അത്ര ആരവം അവിടെ അല്ല. ഇതെന്താ ചുരുങ്ങിക്കാണോ കണ്ണാടി. ഇപ്പോൾ അർജന്റീന ജയിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ. എൻ്റെ ജേഴ്സി അവിടെ, എൻ്റെ ജേഴ്സി കണ്ടോ. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇവിടെ ജേഴ്സി ഉണ്ട്. എല്ലാവരും പന്തുകളിൻ്റെ കനത്ത ഭയങ്കര ആരാധകരാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ രണ്ടാളും പന്ത് കളിക്കാരാണ്. അച്ഛൻ ഭയങ്കര കളിക്കാരനാണ്, ആയിരുന്നു. ഇതാ
ഇതാരതാ? അർജന്റീനന്റെ മെസ്സിയോ? ഒക്കെ മെസ്സി ആരാധകരാണ്. ബിരിയാണീൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പുഴയിൽ പോകാൻ. മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും പുഴയിലെന്തായാലും പോകും. അർജന്റീനന്റെ ആരാധകർ. അർജന്റീന കളിക്കാരൻ കൊമ്പസ്രായനെ പിടിക്കാൻ പോകും. ഞങ്ങൾ പുഴയിൽ പോകുന്നു ഗൈസ്. താറാവും പിള്ളേരുണ്ട് കേട്ടോ റോഡിലൊക്കെ നിറയെ. അത് ഈ ഫാമത്താണ് നിറയെ കോഴിയും താറാവും. അത് പുഴയിലെത്തി. പുഴയിൽ വെള്ളം കുറവാണല്ലോ. പുഴയിൽ വെള്ളം കുറവാണല്ലോ. പുഴയിൽ അധികം വെള്ളമായിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ലച്ചുമോളും റിസാർട്ടിനതാണ് വെള്ളത്തിൽ. സമയം 10:30, 11 മണി ആയിട്ടില്ല കേട്ടോ. മഴ നന്നായിട്ട് ചാറുണ്ട്. മതി വാ. ഞങ്ങളെ പുഴേൻ്റെ തീരത്തേ, ഞങ്ങളുടെ പുഴേൻ്റെ നല്ല എല്ലാ പുഴേൻ്റെ തീരത്തും ഔഷധച്ചെടികൾ ഒരുപാടുണ്ടാവും. അതിലൊരു ഔഷധച്ചെടിയാണത്. ഒന്നല്ല രണ്ട് ഔഷധച്ചെടി. ഇത് ആവണക്ക് അറിയില്ലേ? ആവണക്ക്. ഇത് ഉമ്മം എന്ന് പറഞ്ഞ ചെടി. ഇതിന് ഭയങ്കര വിഷാണെന്നൊക്കെ പറയുന്നേക്കാം. ഉമ്മ ഇതാ കണ്ടോ, പൂവുണ്ടോ? ഇത് വയലറ്റ് കളറുള്ളതും ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. ഇതിൻ്റെ കായ എടുത്തിട്ട് ഞങ്ങൾ മുടി ചെയ്തു. ഇതാ കായ ഉണ്ടോ, നിറയെ മുള്ളുള്ള കായ. ഇത് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നിന് ഉപയോഗിക്കണം. ഇത് ആവണക്കിൻ്റെ വലിയ മരതാ ഇതാ നിൽക്കുന്നു. അതാ കാട്ട് ആവണക്ക് കായ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. കായ കണ്ട, ചെറിയ കായ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പുഴയുടെ തീരത്ത് കണ്ടോ? ഞാനത് നായ്ക്കൊരനെയാണ് കരുതുന്നത്, പക്ഷെ നായ്ക്കൊരനല്ല, നായ്ക്കൊരനെ പോലെ ഉണ്ട്. ഇത് തവരയാണ്, തവര. ഇതിങ്ങനെ പറിച്ചിട്ട് അതാ ഇങ്ങനെ പൊട്ടിക്കുക. വെച്ചുമാ മതി, കായ പറിക്കണ്ട. ഇതാണോ നായ്ക്കൊരനെന്ന് ചോദിച്ചു? നായ്ക്കൊരനല്ല. ഇത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. മെസ്സിതാ ഒരു കുട്ടി മെസ്സിതാ കായ നിറയെ കായ ഉണ്ടോ? നല്ല രസമുണ്ട് ഇത് കാണാൻ. ഞങ്ങൾ കുളിച്ച് പോന്നു കേട്ടോ. ഞങ്ങൾക്കാകെ ഈ ഒരൊറ്റ ദിവസമുള്ളൂ. ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം. ഒരു കിളി കരയണ സൗണ്ട് കേട്ടോ. ക്യൂ 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 ക്യൂ. എവിടുന്നാ അത് കരയുന്നത്? അതാ വാലാ പറഞ്ഞതോടുകൂടി പാട്ട് ഇല്ല. വെച്ചുമോൾ അതാ മുന്നിൽ ഓടിക്കയറുന്നു. റോട്ടിൽ കയറാം. കിളി നന്നായിട്ട് പാടുന്നുണ്ട്. ക്യൂ 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 ക്യൂ. വണ്ണാത്തിപ്പുള്ളാണോ വാലാട്ടിക്കിളിയാണോ എന്താണാവോ? ലച്ചുമോൾ അവിടെ നിൽക്ക്. ബാക്കിൽ അതാ വണ്ടി വരുന്നു. ദാ മുന്നിൽ പോണ്. കുളി കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതാ ബിരിയാണി സെറ്റാക്കി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടേ, മഴയല്ല
മഴ അങ്ങനെ 1 2 1 2 അങ്ങനെ വന്ന് പെയ്യുക. ഞങ്ങൾക്കിനി അവിടെ ഒരു കുളം ഉണ്ട്, കുളം കാണാൻ പോകണമെന്ന് കരുതുന്നു. നോക്കട്ടെ. ഞങ്ങളെ കുഞ്ഞിക്കിളികളൊന്നും ഇവിടെ അല്ല കേട്ടോ. കുഞ്ഞിക്കിളികളും പൈങ്കിളികളൊക്കെ അവരെ അമ്മക്കിളീൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് വരും. 2 ദിവസം സ്കൂളില്ലായിരുന്നല്ലോ, മുഹറം 10-ൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ പോയതാണ്. ഇപ്പം അംഗനവാടിയിൽ നിന്ന് മാറിയിട്ട് LKG ചേർത്തിട്ടുണ്ട്. LKG ചേർത്താനൊന്നും ആയിട്ടില്ല, എന്നാലും ചേർത്തിട്ടുണ്ട്. കൊച്ചുമോളും ആ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. എല്ലാവരും കൂടി കുട്ടിപ്പട്ടാണ്. ശ്രീ ഇങ്ങോട്ട് നോക്കുക. ശ്രീ നോക്കൂല. ബിരിയാണി തിന്നുമ്പോൾ ആരും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിക്കിളികളും പൈങ്കിളികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കേട്ടോ.